മിനിയെ അങ്ങനെ 2 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം L2 എമ്പുരാൻ അങ്ങനെ ഞങ്ങൾ കണ്ടിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ. ഞങ്ങൾ UK-ലെ ഇന്ന് ആദ്യത്തെ ഷോ ആണ് ഞങ്ങൾ കണ്ടത്. പടം എങ്ങനെയുണ്ട്? നല്ല പടമായിരുന്നു. ഒരു 3 മണിക്കൂറുണ്ട്. ഇച്ചിരി 3 മണിക്കൂർ ലെങ്തി പടമാണ്, പക്ഷെ നല്ല പടം. പടം നല്ലതാണ്. ആദ്യത്തെ ഹാഫ് ആൻ അവർ കുറെ ഹിന്ദിയാണ്, സബ് ടൈറ്റിൽ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ ലാലേട്ടൻ വന്ന് കഴിയുമ്പോൾ തൊട്ട് അടിപൊളിയാണ്. പിന്നെ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ നല്ല ഡയറക്ഷൻ അല്ലേ. ചില സമയത്ത് നമുക്ക് തോന്നും ഇത് മലയാളം മൂവിയാണോ നമ്മൾ കാണുന്നതെന്നുള്ളത് അല്ലേ, ശരിക്കും ഒരു ഡൗട്ട് നമുക്ക് തോന്നും. പിന്നെ എടുത്തു പറയേണ്ടത് മ്യൂസിക്, ദീപക് ദേവ് നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം അടിപൊളി അല്ലേ. ചുമ്മാ ചെയ്ത് വെച്ചിരിക്കുന്നതല്ല, പക്ഷെ നല്ല കിടുക്കാച്ചിയായിട്ട് ചെയ്തിട്ടുണ്ട്, എൻജോയ് ചെയ്യാൻ പറ്റിയതായിരുന്നു. പിന്നെ ക്യാമറ എടുത്തു പറയേണ്ട ക്യാമറ ആണെങ്കിൽ സുജിത് വാസുദേവൻ ഓരോ ഷോട്ടും ആ ക്ലോസപ്പ് ഷോട്ടൊക്കെ അല്ലേ കണ്ടു കഴിഞ്ഞാൽ, മോഹൻലാലിന്റെ ആ ക്ലോസപ്പ് ഷോട്ടൊക്കെ നല്ല കിടുക്കാച്ചി അല്ലേ, കണ്ടു കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ നടീനടന്മാര് മഞ്ജു വാര്യര്, ടൊവിനോ, പിന്നെ നമ്മുടെ ബൈജു 2 തഗ്ഗൊക്കെ അടിക്കുന്നുണ്ട് വന്ന് അല്ലേ. എല്ലാരും അവരവരുടെ കാര്യങ്ങൾ അവരവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. നെഗറ്റീവ് റോള് ഞങ്ങളിപ്പോ അത് റിവീൽ ചെയ്യുന്നില്ല. ഡ്രാഗൺ ആരാന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, സ്വന്തം പോയി കാണാം. കാരണം അതിലെ ആ പടത്തിനെ നമുക്ക് ആ കാണുമ്പോ ഒരു വൈബ് വരും. പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടത് തിയേറ്ററിൽ തന്നെ മസ്റ്റായിട്ട് പോയി കാണാം. നമ്മള് നല്ല പാക്ഡായിട്ട് ഇരുന്ന് കണ്ടാലേ ആ ഒരു ഫീലിംഗ് വരുത്തുള്ളൂ. അല്ല OTT-ൽ ഇറങ്ങി വീട്ടിൽ നമ്മുടെ സൗകര്യത്തിന് ഫുഡും കഴിച്ചുകൊണ്ട് കണ്ടു കഴിഞ്ഞാല് ഈ പടം നമുക്കൊരു സുഖം തോന്നത്തില്ല. പിന്നെ ഒത്തിരി രാഷ്ട്രീയം ഉണ്ട്, അതുകൊണ്ട് അതിനോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തവര് ചിലപ്പം. പക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയം അതിനകത്ത് കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP, അത് റിലേറ്റീവ് എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സാമൂഹിക വിഷയങ്ങളൊക്കെ അത് കാണിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും മസ്റ്റായിട്ട് ഈ പടം കാണണം. കൊടുത്ത പൈസയ്ക്ക് അല്ലേ, ഉള്ളതുണ്ട്, നല്ല പൈസയ്ക്ക് നമുക്ക് ലാഭമുണ്ട്. അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയി കാണുക. എമ്പുരാൻ സക്സസ് ആകട്ടെ.